ഇഡിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഡോക്ടർ ടി.എം. തോമസ് ഐസക്. ഇഡി ബിജെപിയുടെ ഇലക്ഷൻ പണി ഏറ്റെടുത്തിരിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാളിനെതിരായ നടപടി ചൂണ്ടിക്കാട്ടി സ്ഥാനാർത്ഥികളെ ഭയപ്പെടുത്താനാണ് ശ്രമം. തോമസ് ഐസക് നൽകിയ ഹർജി ഇഡി സമയം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നത് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ തോമസ് ഐസക് കൈരളി ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു. ഇഡി നടപടിക്കെതിരെ തോമസ് ഐസക് നൽകിയ ഹർജി ഈ വെള്ളിയാഴ്ച ഹൈക്കോടതി പരിഗണിക്കാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. അത് ഇഡി സമയം നീട്ടി ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തോമസ് ഐസക് തന്നെ തത്സമയം ചേരുകയാണ്. ഇഡി കേസ് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം ആളുകൾ ജയിച്ചു വരാമെന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞ വിഷയത്തിലേക്ക് തിരികെ വരുമ്പം ഇഡി കോടതിയിൽ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് തോമസ് ഐസക്കിന് ഈ ഫണ്ട് വിനിയോഗത്തിൽ പങ്കുണ്ട്, അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫണ്ട് വിനിയോഗം നടത്തിയിട്ടുള്ളത് എന്ന് കിഫ്ബി ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്നാണ്, മൊഴി നൽകിയിട്ടുണ്ടെന്നുള്ളത്. അത് കോടതി ഈ മൊഴി പരിശോധിക്കണം, അങ്ങനെയൊന്നും അവർ പറയില്ല എന്ന് ഞാനും. എന്ന് മാത്രമല്ല, കിഫ്ബിയുടെ ഏറ്റവും സീനിയർ ഉദ്യോഗസ്ഥർ കിഫ്ബിയുടെ നടപടിക്രമത്തിൽ ഇതിൻ്റെ ചെയർമാനോ വൈസ് ചെയർമാനോ ഒന്നും ഫണ്ട് വിനിയോഗത്തിൽ തൊടാനുള്ള അവകാശമില്ല, അവരറിയ പോലുമില്ല. അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബില്ല് അത് പരിശോധന നടത്തിക്കഴിഞ്ഞാൽ നേരിട്ട് പേ ചെയ്യുന്ന ഒരു രീതിയാണ് കിഫ്ബിക്കുള്ളത്. ഒരിക്കലും വേറെ രാഷ്ട്രീയ ഇടപെടൽ അനുവദിക്കത്തില്ല. അതുകൊണ്ട് കിഫ്ബി പറയുന്നത്, അല്ലെങ്കിൽ ഇഡി പറയുന്നത് കിഫ്ബിയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കാൻ പോകുന്ന പ്രശ്നമാണ്. രാഷ്ട്രീയ ഇടപെടലിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ ഫണ്ട് വിനിയോഗിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞ് കിഫ്ബിയുടെ ഏറ്റവും സീനിയർ ഉദ്യോഗസ്ഥൻ തന്നെ കോടതിയിൽ അഫിഡവിറ്റ് നൽകിയിട്ടുണ്ട്. ഇത് ഇഡിക്ക് ചെറിയ പ്രശ്നമല്ല ഉണ്ടാക്കുന്നത്. ഏത് ഉദ്യോഗസ്ഥനാണ് പറഞ്ഞവരും അവരോട് മൊഴി നൽകിയത്? മൊഴി പുറത്ത് വിടണമെന്ന്, കോടതി ഹാജരാക്കണമെന്ന് കള്ളം പറയാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന്മാരെ ഹരസ് ചെയ്യുക, ഇതിനെ ചോദ്യം ചെയ്യുക. ഏതായാലും ഒരു കാര്യം വ്യക്തം, അങ്ങനൊരു മൊഴി കിഫ്ബി ഉദ്യോഗസ്ഥരുടെ പേരിൽ ഇഡി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കള്ളസാക്ഷ്യമാണ്. അതുകൊണ്ട് ഈ കേസ് വളരെ രസകരമായിട്ടുള്ള ഒരു ട്വിസ്റ്റിൽ വന്നിരിക്കുക. കടുവയെ കിടുവ പിടിച്ചു എന്ന് ഞാൻ പറയും. അതെ, ഇഡിക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ എന്താണ് ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നുള്ളതിന് കൂടുതൽ സമയം ചോദിച്ചിരിക്കുകയാണ്. അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് വെച്ചിരിക്കുകയാണ്. അവർക്ക് ഡൽഹിയിൽ നിന്നൊക്കെ വക്കീലന്മാരെ കൊണ്ടുവരട്ടെ. പഠിക്കാത്ത പിള്ളേരാണോ ഇഡി? ഇഡി ഞാൻ പറഞ്ഞില്ലേ, സ്വപ്പം വിഷമത്തിലാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തിനീ പണി ചെയ്യണമെന്ന് കള്ളസാക്ഷി ഉണ്ടാക്കാം, എന്നിട്ട് അതിൻ്റെ പേരിൽ മാന്യന്മാർക്കെതിരായിട്ട് അന്വേഷണം നടത്താൻ പോവുക. ഇതൊന്നും ഈ കേരളത്തിൽ നടക്കത്തില്ല. ഇഞ്ചിഞ്ച് പോരാടും ഇവർക്കെതിരായിട്ട്. ഇവർ BJPയുടെ ഒരു രാഷ്ട്രീയ ഏജൻസി പണി ചെയ്യുന്നവർ മാത്രമാണ്. ഇലക്ഷൻ പണി ഏറ്റെടുത്തിരിക്കുക. ഇലക്ഷൻ കാലത്ത് സ്ഥാനാർത്ഥികൾക്കെതിരായിട്ടും മറ്റും ആരോപണം ഉന്നയിക്കാൻ കോൺഗ്രസിനോട് നടന്ന് കെജ്രിവാളിനെ പോലെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു പറഞ്ഞ് പ്രചരണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒത്താശ ചെയ്യുന്ന ഇലക്ഷൻ പണിയാണ് ഇഡി ഏറ്റെടുത്തിട്ടുള്ളത്. ഈ ഒരു സിനിമയ്ക്കകത്ത് ഇപ്പം പൊട്ടിക്കും എന്ന് പറയും എന്നുള്ള അങ്ങ് ഇപ്പം അറസ്റ്റ് ചെയ്യുന്ന കാത്തു നിൽക്കുന്നവർക്ക് കേട്ട തിരിച്ചടിയാണോ കേസുകൾ ഇപ്പം? അതെ, ഇപ്പം പൊട്ടിക്ക് എന്ന് നമ്മളും പറഞ്ഞുകൊണ്ടിരിക്കുക. പൊട്ടിക്ക്, നിങ്ങളുടെ കയ്യിലുള്ള തെളിവ് കൊണ്ടുപോവാ. അങ്ങനെ നിൽക്കുകയാണ്. ഇഡി കേസ് ഇഡിയുടെ ആവശ്യപ്രകാരം കേസ് ഹൈക്കോടതി വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. എന്തായാലും തോമസ് ഐസക്കിനെ സംബന്ധിച്ചോളം ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടുണ്ട്. ഇഡി പേടിയില്ല എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. പത്തനംതിട്ടയിൽ നിന്ന് ക്യാമറമാൻ അഖിലേഷ് കുണമനൊപ്പം സുജു ടി ബാബു, കൈരളി ന്യൂസ്.